പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ. ഫരീസേരിൽ നിക്കോദേമോസ് എന്ന് പേരായ ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു. അവൻ രാത്രി യേശുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, റബ്ബി, അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുകയില്ല. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. നിക്കോദേമോസ് ചോദിച്ചു, പ്രായമായ മനുഷ്യന് ഇത് എങ്ങനെ സാധിക്കും? അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവന് ജനിക്കാൻ കഴിയുമോ? യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും. നിങ്ങൾ വീണ്ടും ജനിക്കണം എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ വിസ്മയിക്കേണ്ട. കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എന്നാൽ അത് എവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ നീ അറിയുന്നില്ല. ഇതുപോലെയാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ഏവനും. സ്നേഹമുള്ളവരെ, ഒരുപക്ഷെ നമ്മുടെ ധ്യാന ചിന്തകളിൽ അധികം നമ്മൾ ധ്യാനിക്കാത്ത, നമ്മൾ അന്വേഷിച്ച് കണ്ടെത്താത്ത ഒരു കഥാപാത്രമാണ് നിക്കോദേമോസ്. നിക്കോദേമോസ് എന്ന ഈ കഥാപാത്രവും യേശുവും തമ്മിലുള്ള ഈ സമ്പർക്കം ഒരുപാടുണ്ട്. തുടർന്നും സമയമുള്ളപ്പോൾ നിങ്ങൾ വായിക്കുക. ഈ സംവാദം നമുക്ക് നൽകുന്ന 1-2 ആശയങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനായി, ആഴത്തിൽ ചിന്തിക്കുവാനായിട്ട് പരിശ്രമിക്കാം. ആരായിരുന്നു ഈ നിക്കോദേമോസ്? ബൈബിൾ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് അറിയുവാൻ കഴിയുക, നിക്കോദേമോസ് ഒരു ധനാഢ്യനായ യഹൂദ പ്രമാണിയായിരുന്നു, ഫരിസയനായിരുന്നു, ധനാഢ്യനായിരുന്നു. അവൻ സൻഹെദ്രിൻ സംഘത്തിലെ അംഗമായിരുന്നു. സാൻഹെദ്രിൻ സംഘം എന്ന് പറയുമ്പോൾ നമുക്കറിയാം 70 പേരടങ്ങുന്ന ഒരു ന്യായാധിപ സംഘമാണ്. യഹൂദരെ സംബന്ധിച്ചിടത്തോളം യഹൂദരുടെ സുപ്രീം കോടതിയാണ് യഹൂദരുടെ. അപ്പോൾ അങ്ങനെ 70 പേരടങ്ങുന്ന നിയമപാലകരുടെ സംഘത്തിൽ ഉള്ള അംഗമായിരുന്നു ഫരീസേയനായ യഹൂദ പ്രമാണിയായ നിക്കോദേമോസ്. ധനാഢ്യൻ എന്ന് എന്തുകൊണ്ടാണ് നിക്കോദേമോസിനെ പറയാനുള്ള കാരണം? ഈശോ മരിച്ചു കഴിഞ്ഞപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ഈശോയുടെ മൃതശരീരം പീലാത്തോസിൽ നിന്ന് ഏറ്റുവാങ്ങുവാനായി മുൻ നിരയിലുണ്ടായിരുന്ന അരിമത്തിയക്കാരൻ ജോസഫിനോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ആര്? നിക്കോദേമോസ്. ഈ നിക്കോദേമോസ് ഏകദേശം 100 റാത്തൽ സുഗന്ധക്കൂട്ടുകൾ, മീറയും ചെന്നിനായകവും കലർന്ന 100 റാത്തൽ സുഗന്ധക്കൂട്ടുകൾ കൊണ്ടുവന്ന് ഈശോയുടെ ചേതനയേറ്റ ശരീരം ലേപനം ചെയ്യുന്നതും പൊതിയുന്നതുമായിട്ട് നമുക്ക് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഈ 100 റാത്തൽ സുഗന്ധക്കൂട്ട് എന്ന് പറയുമ്പോൾ അത് വളരെ വിലപിടിപ്പുള്ളതാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ നോക്കുമ്പോൾ ഏകദേശം ഇത്രമാത്രം സുഗന്ധ വ്യഞ്ജനങ്ങൾക്ക് $2 ലക്ഷം വില വരുമെന്നാണ് പറയുന്നത്. അതായത് ഏകദേശം 1.25 കോടി രൂപ വില വരുന്ന സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് ഈശോയുടെ മൃതശരീരം പൊതിയണമെന്നുണ്ടെങ്കിൽ അയാൾ പാവപ്പെട്ട ഒരു ദരിദ്രനാണെന്ന് കരുതാൻ നമുക്ക് കഴിയില്ലല്ലോ. ചില വിവർത്തനങ്ങളാണ് അങ്ങനെ പറയുന്നത്. ഇനി നമുക്കറിയാം, യേശുവിൻ്റെ കാലഘട്ടത്തിൽ ഒരു 6000 ഫരീസയരൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയണേ. അതിനകത്ത് ഏറ്റവും പ്രാധാന്യമായ ഒരു വ്യക്തിയായിരുന്നു നിക്കോദേമോസ്. ഫരിസേയൻ എന്ന വാക്കിന് അർത്ഥം തന്നെ വൺ ഹൂ ഈസ് സെറ്റ് എപ്പാർട്ട്, വേർതിരിക്കപ്പെട്ടവൻ എന്നാണ് അതിനർത്ഥം. എന്തിനു വേണ്ടി വേർതിരിപ്പിക്കപ്പെട്ടവർ? നിയമങ്ങൾ പാലിക്കാനും നിയമങ്ങൾ മറ്റുള്ളവർ പാലിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുവാനുമായി വേർതിരിക്കപ്പെട്ട ഒരു സമൂഹമാണ് ഫരിസയർ. അതുകൊണ്ടാണ് വേർതിരിക്കപ്പെട്ടവർ എന്ന് ഫരിസയരെ വിളിച്ചു വരുന്നത്. അപ്പോൾ ഒരു നിയമപാലകനായിരുന്നു ഈ പറയുന്ന നിക്കോദേമോസ്. അപ്പോൾ നിക്കോദേമോസിൻ്റെ ഒരു ചെറിയ ചിത്രം മാത്രം ഒന്ന് മനസ്സിൽ സൂക്ഷിക്കുക. തുടർന്നുള്ള വിചിന്തനങ്ങൾക്ക് നമുക്കത് സഹായകമാകും.
വചനത്തിലേക്ക് കൂടുതൽ നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, പ്രിയമുള്ളവരെ, നിക്കോദേമോസ് യേശുവിനെ കാണാനായിട്ട് വരുന്നത് ഒരു സംവാദത്തിനോ ആശയവിനിമയത്തിനോ സംശയവുമായിട്ട് എത്തുന്നത് രാത്രിയാണ്. ഒരുപക്ഷെ നമ്മൾ കേട്ട് കാണും, പല വിവർത്തനങ്ങളുണ്ട് ഇതിനെക്കുറിച്ച്, എന്തുകൊണ്ട് രാത്രി വന്നു എന്നുള്ളത്. സുപ്രധാനമായും 2 അർത്ഥതലങ്ങൾ നമുക്കിതിനകത്ത് നിന്ന് വായിച്ചെടുക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് ഒരു യഹൂദ പ്രമാണിയായിരുന്ന ഒരു വ്യക്തി, നിയമം പഠിച്ചിട്ടുള്ളൊരു വ്യക്തി ഈശോയെ കാണുവാൻ രാത്രി വന്നത്? പകൽ ഒരുപാട് സമയമുണ്ടല്ലോ. ഇതിന് ഒന്നാമത്തെ കാരണമായി പറയുന്നത്, പകൽ മിക്കവാറും ഈശോ ഒരുപാട് വ്യക്തികളുടെ കൂടെ തിരക്കിട്ട പ്രവർത്തനങ്ങളിലാണ്, സുവിശേഷ വേലയിലാണ്. അപ്പോൾ വ്യക്തിപരമായ എന്തെങ്കിലും ആശയവിനിമയം നടത്തണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ സമയമല്ല പകൽ സമയം. അത് ഒന്നാമത്തെ കാരണം. ചേർത്ത് വയ്ക്കാവുന്നൊരു കാരണമെന്ന് പറയുന്നത് ഇപ്രകാരമാണ്. ഈ യഹൂദ പ്രമാണിയായ നിക്കോദേമോസ്, യഹൂദർ ഈശോയെ അംഗീകരിച്ചിരുന്നില്ല, ഫരിസയർ ഈശോയെ അംഗീകരിച്ചിരുന്നില്ല. അങ്ങനെ യേശുവിനെ അംഗീകരിക്കാത്ത, ഈശോയിൽ കുറ്റം കണ്ടുപിടിക്കുവാനായിട്ട് ഒരു പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുന്ന യഹൂദരിൽ ഒരുവനായ ഈ നിക്കോദേമോസ് ഈശോയെ സമീപിച്ച്, പ്രമാണിയായ നിക്കോദേമോസ് ഈശോയെ സമീപിച്ച് ഒരാശയവിനിമയം നടത്തുമ്പോൾ തീർച്ചയായിട്ടും അത് ഈ പ്രമാണികളടങ്ങുന്ന ഫരീസയർക്ക് ഒരു ഉതപ്പാകുവാനായിട്ട് സാധ്യതയുണ്ട്. ഒരുപക്ഷെ അത് ഒട്ടും അംഗീകാരം ലഭിക്കാത്തൊരു കാര്യമാകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടുകൂടിയായിരിക്കാം നിക്കോദേമോസ് രാത്രി വന്നത്. ഇനി ചേർത്ത് വയ്ക്കാവുന്ന മറ്റൊരാശയം എന്ന് പറയുന്നത്, മറ്റ് ജനക്കൂട്ടം എന്ത് കരുതും? അതായത് നിയമജ്ഞർ പലപ്പോഴും ഈശോയെ കൽത്തുറങ്കിൽ അടയ്ക്കുവാനും കൊല ചെയ്യുവാനുമൊക്കെ അതിന് വട്ടം കൂട്ടുന്നവർ, അല്ലെങ്കിൽ സാനഹെദ്രിൻ സംഘം അതിനുവേണ്ടി പ്രയത്നിക്കുമ്പോൾ അതിനകത്തുള്ള ആ സംഘത്തിലുള്ള ഒരുവൻ ഈശോയെ അനുധാവനം ചെയ്യാനായിട്ട് വരുന്നു എന്ന് ജനക്കൂട്ടം കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഒരിക്കലും ഒരു പ്രീതികരമായ ഒരു കാര്യമാവുകയില്ല എന്ന് നിക്കോദേമോസ് തിരിച്ചറിയുന്നു. ഇതാണ് ഒന്നാമത്തെ ആശയമെന്ന് പറയുന്നത്. രണ്ടാമത്തെ ആശയമെന്ന് പറയുന്നത്, എന്തുകൊണ്ട് ഇവൻ രാത്രി വന്നു എന്നുള്ളതിന് സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ സുവിശേഷ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ ആശയം ഇപ്രകാരമാണ്. യഹൂദ പ്രമാണിമാർ സാധാരണഗതിയിൽ തോറ പഠിച്ചിരുന്നത് രാത്രി കാലങ്ങളിലാണ് അത്രേ. അവർ പഠനത്തിന് ഉപയോഗിച്ചിരുന്ന സമയം സായം കാലമായിരുന്നു, 6 മണിക്ക് ശേഷമുള്ള സമയം. അതുകൊണ്ടാണ് ഈ താൻ ഗുരുവായി കാണുന്ന, യേശുവെ നീ ഗുരുവാണെന്ന് പറയുന്നത്, ആ ഗുരുവായി കാണുന്ന ഈ ഈശോയുടെ അരികിലേക്ക് ഇദ്ദേഹം രാത്രി വരുന്നത്. യഹൂദ റബ്ബിയായിരുന്ന ഈ വ്യക്തി വചനം പഠിക്കുവാനായി ഈശോയുടെ അത്രമാത്രം ആരാധിച്ചിരുന്ന ഈ വ്യക്തി രാത്രി വരുവാനുള്ള കാരണം അതുതന്നെയാണ്. സ്നേഹമുള്ളവരെ, ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, രാത്രിയാകട്ടെ പകലാകട്ടെ ഒരൊറ്റൊരാശയം ഒന്ന് മരണം ചെയ്തു പോകാം. ആ മനുഷ്യൻ, ഈ ഫരിസേയ പ്രധാനിയായ നിക്കോദേമോസ് ഈശോയെ കാണാനായിട്ട് വന്നു. അതൊരു വലിയ കാര്യമല്ലേ? കർത്താവിനെ സമീപിക്കാനായി, കർത്താവിൻ്റെ അരികിൽ ഒരു വ്യക്തിക്ക് പോകാനായിട്ട് രാത്രിയെന്നോ പകലെന്നോ മുഹൂർത്തങ്ങളില്ല. ഏത് സമയവും സംലഭ്യനായൊരു വ്യക്തിയാണ് ദൈവം. പാതിരാത്രി ഉറക്കം ലഭിക്കാതെ കട്ടിലിൽ കിടക്കുമ്പോഴും ആ പാതിരാത്രി കിടക്കയിൽ നിന്ന് കിടക്കയിൽ കിടന്നുകൊണ്ട് പോലും വിളിച്ചാൽ വിളി കേൾക്കുന്നവനാണ് ദൈവം. ചോദിച്ചാൽ ഉത്തരം നൽകുന്നവനാണ് ദൈവം. അന്വേഷിച്ചാൽ കണ്ടെത്താനായി നമുക്ക് മുൻപിൽ വന്ന് നിൽക്കുന്നവനാണ് ദൈവം. അതുകൊണ്ട് രാത്രിയെന്നോ പകലെന്നോ ഇല്ല. ദൈവത്തെ അന്വേഷിക്കുന്നവന് ഒരു സമയമില്ല. ഏത് സമയമാണ് നിൻ്റെ സമയം, നിൻ്റെ സമയത്തിന് അല്ലെങ്കിൽ നമ്മുടെ സമയത്തിന് നമ്മുടെ അരികിൽ വരുന്ന വ്യക്തിയാണ്, ശക്തിയാണ് ദൈവം. നിക്കോദേമോസ് പഠിപ്പിക്കുന്ന പാഠം അതാണ്. നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ സമയത്ത് ഈശോയെ അന്വേഷിക്കുക. നമുക്ക് ഒരുപക്ഷെ ഈ കാലഘട്ടങ്ങളിൽ ഒരുപാട് തിരക്കുള്ളപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാനോ നമുക്കൊന്ന് ഒരുമിച്ചായിരിക്കുവാനോ അല്ലെങ്കിൽ ബൈബിൾ വായിക്കുവാനോ ഒരു പ്രത്യേക സമയമൊന്നും കിട്ടില്ല. ഒരുപക്ഷെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വാഹനത്തിലിരുന്ന് വചനം എടുക്കുക, വായിക്കുക. രാത്രിയോ പകലോ മൊബൈൽ ഫോണിലൊക്കെ വചനമുണ്ടല്ലോ, ഒന്ന് എടുത്ത് വായിച്ച് നോക്കിക്കേ. ഈശോ നമ്മളോടൊപ്പം സംസാരിക്കും. അതുകൊണ്ട് രാത്രിയെന്നോ പകലെന്നോ സമയമില്ലാതെ ഈശോയെ അന്വേഷിക്കുന്ന വ്യക്തികളാകണമെന്ന് നിക്കോദേമോസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി ഇതോടൊപ്പം ചേർത്ത് വയ്ക്കാവുന്ന ഒരു ആശയം എന്ന് പറയുന്നത്, ഈ രാത്രിയിൽ ഒരുപക്ഷെ നമുക്ക് ഈശോയെ കണ്ടെത്തുവാൻ പറ്റിയ സമയം തന്നെയാണ്. പകലിൻ്റെ പ്രയത്നങ്ങളെല്ലാം കഴിഞ്ഞ് രാത്രി വിശ്രമിക്കുന്നതിന് മുൻപ് ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ, ഏറ്റവും കുറഞ്ഞ സമയങ്ങൾ നമ്മുടെ ഭവനങ്ങളിൽ കുടുംബ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്, ആശ്രമങ്ങളിൽ സഭയുടെ പ്രാർത്ഥനകളൊക്കെ ചൊല്ലുന്നുണ്ട്. എങ്കിലും
ദിവസത്തിൻ്റെ സായാഹ്നത്തിൽ ഒരു 10-15 മിനിറ്റ് വചനം വായിക്കുവാനും ദൈവീകമായ കാര്യങ്ങൾ ആലോചിക്കുവാനും നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുവാനുമൊക്കെ സമയം ചെലവഴിക്കുന്നത് എത്രയോ ഉചിതമാണ് എന്ന് ഈ പണ്ഡിത പരിജ്ഞനായ ഈ പണ്ഡിത പ്രമാണി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, എല്ലാ ദിവസവും രാത്രി അല്പസമയമെങ്കിലും ഈശോയോടൊപ്പം സംവദിക്കാൻ, ഈശോയോടൊപ്പം ചെലവഴിക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളൊരു പാഠം നിക്കോദേമോസ് നമ്മളെ പഠിപ്പിക്കുന്നു. ഇനി എന്താണ് ഈ സംവാദത്തിൽ ഈശോ നിക്കോദേമോസിനെ പഠിപ്പിച്ചത്? നിക്കോദേമോസ് വന്ന് ഈശോയോട് ചോദിക്കുന്ന കാര്യം എപ്രകാരമാണ്: അങ്ങ് ദൈവത്തിൽ നിന്നാണെന്ന് ഞാൻ അറിയുന്നു. ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയില്ല. അപ്പോൾ യേശു പറയുകയാണ്, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യം കാണാൻ കഴിയില്ല. മർമ്മപ്രധാനമായ ഒരു ആശയം നിക്കോദേമോസ് എന്ന് പറയുന്ന യഹൂദ പ്രമാണിയായിട്ട് ഈശോ പങ്കുവയ്ക്കുകയാണ്. അത് നമുക്കും ഹൃദയത്തിലേറ്റാവുന്ന ഒരു ആശയമാണ്. വീണ്ടും ജനിക്കണം. എങ്ങനെയാണ് വീണ്ടും ജനിക്കണേ? ജലത്താലും ആത്മാവിനാലും. ഒന്ന് ശ്രദ്ധിച്ചിരിക്കണേ, എന്നാൽ ഇതിൻ്റെ ആശയം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ജലം എന്ന് പറയുന്നത് നമ്മളൊരു ശുചീകരണ പ്രക്രിയയുടെ ഭാഗമാണ്. ജലം യഹൂദർ എല്ലായ്പ്പോഴും കൈ കഴുകൽ, കാല് കഴുകൽ, ഇങ്ങനെ ഒരു ശുചിത്വവുമായിട്ട് ബന്ധപ്പെട്ട ഒരു അടയാളമാണ് ജലമെന്ന് പറയുന്നത്. അപ്പോൾ ഒരുവൻ ജലത്താൽ ജനിക്കണമെന്ന് പറയുന്നത് എന്നതാണ്, അവൻ ഈ ശുചീകരണ പ്രക്രിയയിലൂടെ കടന്നു പോകണം. നമുക്കറിയാം, മാമുദീസായിൽ ജലം ഉപയോഗിക്കുന്നുണ്ട്. ഈശോ കുരിശിൽ മരിച്ചപ്പോൾ അവസാനം തിരുവിലാവിൽ കുന്തം കൊണ്ട് കുത്തിയപ്പോൾ അവിടുന്ന് ജലം ഒഴുകിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാമോദീസായിലൂടെ ഒരു പുതിയ ജന്മം നമ്മൾ കൈക്കൊള്ളണം. അതുപോലെ തന്നെ ഈ ശുചിത്വം എന്ന് പറയുന്ന, ആത്മീയമായ ശുചിത്വം എന്ന് പറയുന്നത്, ആത്മീയമായ വിശുദ്ധി എന്ന് പറയുന്നത് എല്ലാ ദിവസവും അനിവാര്യമായ ഒരു കാര്യമാണ്. അത് മാമുദീസായിലൂടെ ശുചിത്വം സ്വീകരിച്ചവർ പിന്നീട് ശുചിത്വം വേണ്ട എന്നല്ല അതിൻ്റെ അർത്ഥം. ഈ ആത്മീയമായൊരു ഉണർവ്, ശുചിത്വം നമ്മുടെ ജീവിതത്തിൽ എന്നും വേണം. അതാണ് ജലത്താൽ സ്നാനം ചെയ്യപ്പെടണമെന്ന് ഈശോ നിക്കോദേമോസിനോട് പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആത്മാവിനാൽ സ്പിരിറ്റ് എന്ന് പറയുന്ന ഒരു ശക്തിയാണ്, പവർ. ഈ ജലത്താൽ സ്നാനം ചെയ്യപ്പെടുമ്പോൾ ഒരാൾ സ്വയം ഈശോയ്ക്ക് എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് പറയുമ്പോൾ, ആ ശുദ്ധീകരണ പ്രക്രിയയിലൂടെ കടന്നു പോകുമ്പോൾ, കർത്താവ് നമ്മളെ കഴുകി കഴിയുമ്പോൾ, പത്രോസിനോട് പറയുന്നുണ്ടല്ലോ, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് ഞാനുമായി പങ്കില്ല. അങ്ങനെ ഈ കർത്താവിനാൽ കഴുകപ്പെടുന്ന വ്യക്തികൾക്കാണ് ഈ ആത്മാവ് ആകുന്ന ശക്തിയാൽ നിറയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് രണ്ടാമത്തെ തലം, ഇതൊരു നാണയത്തിൻ്റെ 2 തലങ്ങൾ പോലെയാണ്. ആത്മാവിനാലും നീ സ്നാനം ചെയ്യപ്പെടണം. ആത്മാവ് എന്ന് പറയുന്നത് നമ്മിൽ ദൈവത്തിൻ്റെ ശക്തി നിവേശിപ്പിക്കുന്ന ഒരു പവറാണത്. അത് ദൈവം നൽകുന്ന ഒരു ഊർജ്ജമാണത്. എങ്ങോട്ട് പോകണം, എന്തു ചെയ്യണം എന്നൊക്കെ തീരുമാനമെടുക്കുവാൻ നമുക്ക് കഴിയുന്നത് ഈ ആത്മാവ് എന്ന് പറയുമ്പോഴാണ്. അതുകൊണ്ട് ഈ നിക്കോദേമോസിനെ പഠിപ്പിക്കുന്ന ഈ ഒരു പാഠം നമുക്ക് എല്ലാവർക്കും പഠിക്കേണ്ട ഒരു പാഠമാണ്. ഇനി എന്തുകൊണ്ടാണ് ഒരാൾ ജലത്താലും ആത്മാവിനാലും ജനിക്കണമെന്ന് പറയുന്നത്? വളരെ താത്വികമായ, വളരെ വളരെ ഒരു ആഴത്തിലുള്ള അർത്ഥതലമുള്ള ഒരു ആശയം ഈശോ പങ്കുവയ്ക്കുന്നുണ്ട്. അതിനുശേഷം പറയാണ്, മാംസത്തിൽ നിന്ന് ജനിച്ചത് മാംസവും ആത്മാവിൽ നിന്ന് ജനിച്ചത് ആത്മാവുമാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? സ്നേഹമുള്ളവരെ, നമ്മളൊക്കെ ഒരു പരിധിവരെ ഈ മാംസത്തിൽ നിന്ന് ജനിച്ചവരാണ്, ഈ ലോകത്തിൽ നിന്ന് ജനിച്ചവരാണ്. ഈ ആത്മാവിലുള്ള ജനനം നടക്കുന്നത് മാമുദീസായിലൂടെയും കൂദാശിലൂടെയുമാണ്. നമുക്ക് ചുറ്റും ലോകമല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കിയേ, നമുക്ക് ചുറ്റും ലോകമാണ്. നമ്മളൊരു കാര്യം വേണ്ട എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും, ഉദാഹരണത്തിന് നമ്മുടെ മൊബൈൽ ഫോണോ, നമ്മുടെ ടെലിവിഷനുകളോ, പത്രമാധ്യമങ്ങളോ, ഇനി സമൂഹ മാധ്യമങ്ങളോ എന്തു തന്നെയായാലും ഈ ലോകത്തിലേക്ക്, ജഡികമായ പാപങ്ങളിലേക്ക്, മറ്റെന്തിലേക്കും നമ്മളെ എങ്ങനെ ആകർഷിക്കുന്നതാണ് നമുക്ക് ചുറ്റും അത് തന്നെയാണ്. നാം കാണുന്നത്, കേൾക്കുന്നത്, ഇവൻ നമ്മൾ രുചിക്കുന്നത് പോലും, അത്രമാത്രം ലോകം ഇന്ന് നമ്മളെ എങ്ങനെ വശീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, അങ്ങനെയുള്ള ആ മാംസത്തിൽ നിന്ന് ജനിച്ചവരായ നമ്മൾ ഈ ആത്മാവിൽ ജനിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകണം. അപ്പോൾ അനുദിനം പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ പ്രേരണയ്ക്ക് വേണ്ടി, ശക്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. എന്നാലേ ദൈവവുമായിട്ട് സമയിക്കപ്പെടുവാൻ സാധിക്കുകയോ എന്നുള്ളൊരു വലിയൊരു ആശയം ഈശോ നിക്കോദേമോസിനെ പഠിപ്പിക്കുന്നുണ്ട്.
അതുകൊണ്ടാണ് പറയുന്നത് ആത്മാവിനാൽ ജനിക്കണം. ജഡത്തിൽ നിന്ന് ജനിച്ച് ജഡമാണ്, അതിനകത്ത് തന്നെ തുടരാതെ വീണ്ടും വീണ്ടും ഒരു പുതിയ സൃഷ്ടിയാകുവാനായിട്ടാണ് ഈശോ നമ്മെ വിളിക്കുന്നത്. രണ്ടാമത്തെ ഒരു ആശയം എന്ന് പറയുന്നത്, ഈ വചനം കേട്ടുകഴിഞ്ഞ് നിക്കോദെമോസിന് എന്ത് സംഭവിച്ചു? നിക്കോദെമോസ് അന്ന് രാത്രി വന്ന് ഈശോയെ കണ്ട് തിരിച്ചു പോവുകയാണ്. വലിയ ഒരു എന്നാ പറയണേ, വലിയ ഒരു ഉണർവ് ലഭിച്ചു നിക്കോദെമോസിന്. ഒരു ആത്മാവിൽ ഒരു പുതിയ മനുഷ്യനായെന്നൊക്കെ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ പുതിയ അറിവ് ലഭിച്ചു, ജ്ഞാനം ലഭിച്ചു. ഒരുപക്ഷെ നമ്മൾ ചോദിക്കാവുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഒരു ധ്യാനം കൂടിയതിന് ശേഷം എന്ത് സംഭവിച്ചു? നിക്കോദെമോസ് വ്യക്തിപരമായി ഈശോ എന്ന് പറയുന്ന വ്യക്തിയുടെ അരികിൽ പോയി നടത്തിയ ഒരു ധ്യാനമാണ്, ഒരു ജാഗരണ പ്രാർത്ഥന അല്ലെങ്കിൽ ജാഗരണ സംഭാഷണത്തിന് ശേഷം നിക്കോദെമോസിന് എന്ത് സംഭവിച്ചു? പറയുന്നത് പ്രകാരമാണ്, നിക്കോദെമോസിൽ ഉള്ളിൽ ഈശോയോടൊരു വലിയ അടുപ്പം തോന്നി. ഈ വ്യക്തി, ഞാൻ സംഭാഷിച്ച ഈ വ്യക്തി ഒരു യഹൂദ പ്രമാണി മാത്രമല്ല, അവൻ ദൈവപുത്രനാണ്. അവനിൽ എൻ്റെ ആത്മാവിനെ ചൂട് പിടിപ്പിക്കുന്ന എന്തോ അവൻ്റെ സംസാരത്തിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് നിശബ്ദമായി ഈശോയെ അനുധാവനം ചെയ്യാനായിട്ട് പ്രയത്നിച്ചൊരു വ്യക്തിയാണ് നിക്കോദെമോസ്. എന്നാൽ പരസ്യമായിട്ട് തൻ്റെ വിശ്വാസം പ്രകടിപ്പിച്ചില്ല. ഇന്ന് ഈ ലോകത്ത് ഒരുപാട് പേരുണ്ട്. ഒരുപക്ഷെ അവർ ആയിരിക്കുന്ന ആ വിശ്വാസത്തിൻ്റെ ചട്ടക്കൂട് അല്ലെങ്കിൽ മതത്തിൻ്റെ ചട്ടക്കൂടുള്ളത് കൊണ്ട് അവർക്ക് പ്രകടമായി മാമോദിസ സ്വീകരിക്കുവാനോ ഈശോയെ ഏറ്റുപറയുവാനോ കഴിയുന്നില്ല. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഈശോയെ സ്നേഹിക്കുന്ന, ഈശോയോട് പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരിൽ ഒരാളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിക്കോദെമോസിനെ നമുക്ക് കണക്കാക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 49 മുതലുള്ള തിരുവചനങ്ങളിൽ യഹൂദ പ്രമാണിമാർ ഈശോയെ പിടിക്കുവാനും ഈശോയെ കൽത്തുറങ്കിൽ അടയ്ക്കുവാനും അവനുമേൽ കുറ്റാരോപണം നടത്തുവാനും ഒക്കെ ഒരുമ്പെടുമ്പോൾ ആ സാൻഹെദ്രിൻ സംഘത്തിൽ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, സാൻഹെദ്രിൻ സംഘത്തിൽ അംഗമായിരുന്ന നിക്കോദെമോസ് ഇപ്രകാരം വാദിക്കുകയാണ്. അധികാരികൾ ഈശോയെ പിടിച്ചു കൊണ്ടുവരുവാനായിട്ട് ജനക്കൂട്ടത്തോട് പറയുമ്പോൾ അവിടെ നിക്കോദെമോസ് യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 51-ാം തിരുവചനത്തിൽ പ്രകാരം പറയുന്നുണ്ട്, ഒരുവന് പറയാനുള്ളത് ആദ്യം കേൾക്കാതെയും അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെയും അവനെ വിധിക്കുവാൻ നമ്മുടെ നിയമം അനുശാസിക്കുന്നുണ്ടോ? അപ്പോൾ ഈ ഈശോയോടുള്ള ഇഷ്ടം മൂത്ത് ഈ സാൻഹെദ്രിൻ സംഘത്തിൽ ഈശോയെ ഡിഫെൻഡ് ചെയ്യുന്ന, സംരക്ഷിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നിക്കോദെമോസ് മാറുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഉത്തർപ്രദേശിലൊക്കെ പോകുമ്പോൾ അവിടെ ക്രിസ്തു ഭക്താസ് എന്ന് പറയുന്ന, ക്രിസ്തു ഭക്തർ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. മാമോദിസ സ്വീകരിച്ചിട്ടൊന്നുമില്ല. അവർ ചിലപ്പോൾ കാഷായ വസ്ത്രമോ അവരുടേതായ ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അവർ അവിടെ വന്ന് ഈ ഒരു ആലയത്തിൽ വന്ന്, IMS അച്ഛന്മാർ നടത്തുന്ന ഒരു ആലയത്തിൽ വന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് ഒരുപാട് പേര്. അതായത് ഹൃദയം കൊണ്ട് ക്രിസ്തുവിന് സ്വന്തമായവർ ഉണ്ട്. സ്നേഹമുള്ളവരെ, നമ്മൾ എവിടെയായിരുന്നാലും ഈ ഹൃദയം ഈശോയ്ക്ക് വേണ്ടി സ്വന്തമാക്കുവാനായിട്ട്, ഈശോയ്ക്ക് വേണ്ടി സമർപ്പിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കണം. അതുകൊണ്ട് ഈശോയോട് ഇഷ്ടമുള്ള ഒരു വ്യക്തി, ഒരുപാട് പേരുണ്ട്. അത് മതത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്ന് പുറത്തു നിന്ന് ഈശോയെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളെ കൂടെ ഈശോ അനുഗ്രഹിക്കുമെന്നുള്ളൊരു വലിയ സന്ദേശം ഈ നിക്കോദെമോസ് എന്ന് പറയുന്ന വ്യക്തി കൊടുക്കുന്നുണ്ട്. അതാണ് നിക്കോദെമോസ് സംഭവിച്ച മാറ്റം. ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഹൃദയം കൊണ്ട് നിക്കോദെമോസ് ഈശോയെ സ്നേഹിച്ചു, ഉള്ളുകൊണ്ട് ഈശോയെ ഇഷ്ടപ്പെട്ടു, ഉള്ളുകൊണ്ട് ഈശോയെ അറിഞ്ഞു, സ്നേഹിച്ചു, എപ്പോഴും ഈശോയെ സ്വന്തമാക്കിയ ഒരു വ്യക്തിയാണ് നിക്കോദെമോസ്. അതാണ് അന്നത്തെ രാത്രി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടന്നത്. മൂന്നാമത്തെ ഒരു ആശയം എന്ന് പറയുന്നത്, ഉള്ളിൽ ഈശോ ഉണ്ടായിരുന്നിട്ടും പ്രത്യക്ഷമായി ഈശോയെ അനുധാവനം ചെയ്യാൻ നിക്കോദെമോസിന് കഴിഞ്ഞില്ല എന്നുള്ളതൊരു കുറവാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഈശോയ്ക്ക് വേണ്ടി ഒരു നിലപാടെടുക്കാൻ കഴിഞ്ഞില്ല. ഈ വചനം ആഴത്തിൽ ധ്യാനിക്കുമ്പോൾ, നിക്കോദെമോസ് എന്ന കഥാപാത്രം നമ്മൾ ധ്യാനിക്കുമ്പോൾ, ഈശോയെ കുരിശിൽ കയറ്റി കൊല്ലാനായിട്ട് നിലപാടെടുക്കുന്ന സാൻഹെദ്രിൻ സംഘം, അതിനകത്തൊരാളായിരുന്നു നിക്കോദെമോസ്. ഒരു പക്ഷേ നിക്കോദെമോസ് ചെയ്യരുത് എന്ന് ശബ്ദിച്ചിരിക്കാം, നമുക്കറിയില്ല. പക്ഷേ അങ്ങനെ ശബ്ദിച്ചതായിട്ട് സുവിശേഷം യോഹന്നാൻ്റെ സുവിശേഷം അവസാന ഏടുകളിലൊന്നും നമ്മൾ കാണുന്നില്ല. അവനെ കൽത്തുറങ്കിൽ അടയ്ക്കുവാനായിട്ട് കയ്യഫാസും കൂട്ടരും, അല്ലെങ്കിൽ അവനെ കൊല്ലാനായിട്ട് കയ്യഫാസും കൂട്ടരും ശബ്ദിക്കുമ്പോൾ അതിനെതിരെ ശബ്ദിച്ച നിക്കോദെമോസ് എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ കാണുന്നില്ല.
സ്നേഹമുള്ളവരെ, നമുക്ക് പലപ്പോഴും നമുക്ക് ഈ ലോകത്തെ പേടിയാണ്, അല്ലെങ്കിൽ നമുക്ക് നമ്മെ തന്നെ പേടിയാണ്. നമ്മിൽ ഭയം ഇങ്ങനെ നിറയുമ്പോൾ ഈശോയ്ക്ക് വേണ്ടി നിലപാടെടുക്കാൻ നമുക്ക് സാധിക്കില്ല. ഇതൊരു വലിയ ബലഹീനതയാണ്. അതുകൊണ്ടല്ലേ നമ്മൾ ആലോചിച്ച് നോക്കിക്കുകയും പത്രോസ് ഈ ഗുരുവിനെ നിഷേധിച്ച് പറയുവാനുള്ള കാരണം എന്താണ്? അവന് പേടിയായിരുന്നു, ഉള്ളിനുള്ളിൽ ഭയമായിരുന്നു, യഹൂദരെ ഭയമായിരുന്നു. അതുകൊണ്ടാണ് പത്രോസ് ഈശോയെ തള്ളിപ്പറയുന്നത്. തള്ളിപ്പറഞ്ഞുകൊണ്ട് പത്രോസ് ഓടിപ്പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷെ പിന്നീട് ഈ ഭയം മാറിക്കഴിയുമ്പോൾ പത്രോസ് ഈശോയെ അനുധാവനം ചെയ്യുന്നു, ഇഷ്ടപ്പെടുന്നു, പിന്നീട് ഈശോയ്ക്ക് വേണ്ടി മരിക്കുന്നു. അപ്പോൾ ഈശോയ്ക്ക് വേണ്ടി ഒരു നിലപാടെടുക്കുവാനായിട്ട് നിക്കോദേമോസിന് കഴിഞ്ഞില്ല. എന്നാൽ മരണശേഷം സംഭവിക്കുന്ന കാര്യം, മരണശേഷം നമുക്കറിയാം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 39-ാം തിരുവചനം, അരിമത്തിയക്കാരൻ ജോസഫിനോടൊപ്പം നിക്കോദേമോസ് പീലാത്തോസിൻ്റെ അരികിൽ ചെല്ലുകയാണ്. അത് അത്രയും ധൈര്യം ഗുണമാണ്. അപ്പം ധൈര്യം കാണിക്കുകയാണ്. അതായത് മരണം വരെ ഈശോയെ ഹൃദയത്തിൽ മാത്രം ഒളിപ്പിച്ചു വെച്ചൊരു വ്യക്തി ഈശോയുടെ മരണശേഷം ആ ദാരുണമായ കുരിശു മരണം ഈ നിക്കോദേമോസിൽ ഒരു പ്രകടമായ മാറ്റം വരുത്തുകയാണ്. എന്തുകൊണ്ടാണ്? ഈശോ കാൽവരിയിൽ ചിന്തിയ തിരുരക്തം അത് നിക്കോദേമോസിൻ്റെ രക്ഷയ്ക്കും വേണ്ടി കൂടിയിട്ടുള്ളതായിരുന്നു. അദ്ദേഹം പിന്നെ തനിക്കുള്ളതെല്ലാം ഈശോയ്ക്ക് എന്ന് പ്രകടമായി പ്രഖ്യാപിക്കുകയാണ്. അവൻ പീലാത്തോസിൻ്റെ അടുത്ത് പോകുന്നു, അരിമത്തിയക്കാരൻ ജോസഫിനോടൊപ്പം ആ മൃതശരീരം ഏറ്റുവാങ്ങുന്നു. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 100 റാത്തലോളം സുഗന്ധക്കൂട്ടുകളുമായിട്ട് ഈ മൃതസംസ്കാരം നടത്തുകയാണ്. അതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് പോസിറ്റീവായിട്ടുമുണ്ട്, നെഗറ്റീവായിട്ടുമുണ്ട്. പോസിറ്റീവായിട്ടുള്ള അർത്ഥം എന്ന് പറയുന്നത് പ്രകാരമാണ്, സ്നേഹമുള്ളവരെ, ഈ മരണശേഷം ഈശോയെ ഇവൻ സ്വന്തമാക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെടുക്കുന്ന ചില ത്യാഗങ്ങൾ, നമ്മളെടുക്കുന്ന ചില പ്രവൃത്തികൾ, നമ്മൾ ചില വ്യക്തികൾക്ക് വേണ്ടി ചില പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ മാനസാന്തരം നടക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ചിലപ്പോൾ നമ്മുടെ മരണശേഷമായിരിക്കാം, ഒരുപാട് കാത്തിരുന്നതിന് ശേഷമായിരിക്കാം ചില വ്യക്തികളുടെ മാനസാന്തരം നടക്കുക. നിക്കോദേമോസ് എന്ന് പറയുന്ന വ്യക്തി ഈശോയെ പച്ചയ്ക്ക് പ്രകടമായി ഞാൻ ഈശോയുടെ സ്വന്തമാണ് എന്ന് ഏറ്റുപറഞ്ഞ ദിവസമായിരുന്നു കാൽവരിയിലെ ഈശോയുടെ കുരിശുമരണത്തിൻ്റെ ദിവസം. ആ ചോര ചിന്തി കാൽവരിയിൽ നിന്ന് വീണത് അത് നിക്കോദേമോസിൻ്റെ ഹൃദയത്തിലും വീണു. അവൻ പിന്നെ തനിക്കുള്ളതെല്ലാം മുൻകൂട്ടി സൂചിപ്പിച്ചതുപോലെ 1.25 കോടി വില വരുന്ന ആ തൻ്റെ സമ്പാദ്യം, അല്ലെങ്കിൽ ആ ഒരു സുഗന്ധക്കൂട്ടുകളൊക്കെ വാങ്ങിച്ച് ഈശോയെ കബറടക്കത്തിന് വേണ്ടി പോവുകയാണ്. നിക്കോദേമോസിൻ്റെ കൂടെ ഈശോ പബ്ലിക്കായിട്ട് സ്വന്തമാക്കുകയാണ്. അതുകൊണ്ടാണ് സഭയുടെ ചില പാരമ്പര്യങ്ങളിൽ ഇദ്ദേഹം പിന്നീട് ഈശോയെ അനുധാവനം ചെയ്തുവെന്നും പല സഭകളിൽ അയാൾ സുവിശേഷം പ്രസംഗിച്ചുവെന്നുമൊക്കെ പറയപ്പെടുന്നുണ്ട്. ഇതാണ് പോസിറ്റീവായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. നെഗറ്റീവായിട്ടുള്ള കാര്യം ഒരു പക്ഷേ നമുക്ക് ചിന്തിക്കാം, അല്ലെങ്കിൽ അത്ര ഒരു നന്മയിലേക്ക് നടക്കാത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ മരിച്ചു കഴിയുന്നത് വരെ ഒരു കാര്യവും നമ്മൾ ഒരു സഹോദരന് വേണ്ടിയോ അപ്പന് വേണ്ടിയോ അമ്മയ്ക്ക് വേണ്ടിയോ നമ്മൾ ആരും ചെയ്യില്ല, നമ്മൾ മാറി നിൽക്കും. എന്നാൽ മരിച്ചെടുക്ക് നടത്താനോ ഒന്ന് ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ്, വരികൾക്കിടയിലൂടെ വായിക്കുക, അത്രമാത്രമേ ഉള്ളൂ ഇതിനർത്ഥ അർത്ഥം എന്ന് പറയുന്നത്. നിക്കോദേമോസ് ഈശോയെ കൊലയ്ക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ ഈശോ മരിക്കാതിരിക്കുവാനോ ഒന്നും അധികം ചെയ്യാതെ മരണശേഷം ഒരുപാട് പൈസ ചെലവഴിക്കുന്നുണ്ട്. ജീവിച്ചിരുന്നപ്പോൾ ഈശോയ്ക്ക് വേണ്ടി എന്ത് പണം കൊടുത്തു, എന്തവും കൊടുത്തു. നമ്മുടെ ജീവിതത്തിലും ഒരു പക്ഷേ എങ്ങനെയൊക്കെ ഉണ്ടാകാം. ചിലപ്പോൾ നമ്മളുടെ കേട്ടിട്ടുള്ളത് തന്നെയാണ്, നമ്മുടെ മാതാപിതാക്കന്മാരോ സുഹൃത്തുക്കളോ നമ്മളുടെ സ്വന്തക്കാരോ അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമുക്കൊന്നും കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല. മരിച്ചു കഴിഞ്ഞതിന് ശേഷം ചില ഇടങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, മൃതസംസ്കാരത്തിന് ചെല്ലുമ്പോൾ ഒരു പക്ഷേ നമ്മളെ വരെ ഒരു അസഹ്യപ്പെടുത്തുന്ന അസ്വസ്ഥപ്പെടുത്തുന്ന പ്രകടനങ്ങൾ പല സ്ഥലങ്ങളിലും ചിലപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ആളുകൾ പരക്കെ പറയും, ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഇദ്ദേഹം എവിടെയായിരുന്നു, ഇവർ എവിടെയായിരുന്നു, ഇപ്പോൾ മരിച്ചു കഴിഞ്ഞപ്പോൾ വന്ന് ക്യാമറയുടെ മുമ്പിലും മറ്റുള്ളവരുടെ മുമ്പിലും നിന്ന് വല്ലാത്ത പ്രകടനം കാഴ്ചവെക്കുന്നുള്ള രീതിയിൽ ചിന്തിച്ച് നോക്കാം. നമ്മൾ ഈ നിക്കോദേമോസിൻ്റെ ഈ അവസാന ഏടുകളിലേക്ക് വരുമ്പോൾ ഈ മനുഷ്യൻ മാറ്റം സംഭവിച്ചു, പക്ഷേ ജീവിച്ചിരിക്കുമ്പോൾ മാറിയിരുന്നു എന്നുണ്ടെങ്കിൽ എത്ര മനോഹരമായിരുന്നു എന്ന് ചുമ്മാ ചിന്തിച്ചു പോവുകയാണ്. നമ്മൾ ഈ ചിന്തകളൊക്കെ ഒന്ന് സമാഹരിക്കുമ്പോൾ, സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു നിക്കോദേമോസ് എന്ന് പറയുന്ന ഈ വ്യക്തിയെ ഒരു കണ്ണാടി പോലെ നമുക്ക് കാണാം. അവിടുത്തെ വിളിച്ചപേക്ഷിക്കാൻ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ എല്ലാ ദിവസവും കുറച്ച് സമയം ഈശോയ്ക്ക് നമുക്ക് കൊടുക്കാം.
ഈശോയ്ക്ക് വേണ്ടി നിലപാടുകൾ എടുക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഉള്ളുകൊണ്ട് ഈശോയെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയട്ടെ. ജീവിച്ചിരിക്കുമ്പോൾ ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കാൻ നമുക്ക് കഴിയട്ടെ. ഇനി അവസാനമായിട്ട് ഉള്ളതെല്ലാം കൊടുത്ത് നമുക്ക് എന്തൊക്കെ ഈശോയ്ക്ക് വേണ്ടി കൊടുക്കാൻ പറ്റുമോ അങ്ങനെ ഒക്കെ കൊടുത്ത് ഈശോയെ സ്വന്തമാക്കുവാൻ, സ്നേഹിക്കുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്ന് കരങ്ങൾ കൂപ്പാം, മിഴികളടയ്ക്കാം. കർത്താവായ യേശുവേ, നിക്കോദേമോസ് അക്കാലഘട്ടങ്ങളിൽ ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് അങ്ങയെ ഇഷ്ടപ്പെട്ടതുപോലെ ഹൃദയം കൊണ്ട് ഈശോയെ നിന്നെ ഇഷ്ടപ്പെടുവാനും ഏറ്റുപറയുവാനും നിനക്കു വേണ്ടി സാധ്യമെങ്കിൽ നിലപാടുകളെടുത്ത് മരണം കൈവരിക്കുവാനുമുള്ള വലിയ കൃപ ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമേ. മറ്റെന്തൊക്കെ നഷ്ടമായാലും ആരൊക്കെ ഉപേക്ഷിച്ചു പോയാലും നിന്നെ ഉപേക്ഷിക്കാതിരിക്കുവാനും നിന്നെ നെഞ്ചോട് ചേർക്കുവാനും നിനക്ക് വേണ്ടി ജീവിക്കുവാനുള്ള വലിയ കൃപ ഈ വചനം പ്രഘോഷിക്കുന്ന എനിക്കും കേൾക്കുന്ന എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ലാസലേറ്റ് മാതാവേ, സകല മാലാഖമാരെ, വിശുദ്ധരെ, വിശുദ്ധ ഔസേപ്പിതാവേ, ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.